വിജയകരമായി കൊച്ചി മെട്രോ പ്രവർത്തനത്തിന്റെ 8ാം വർഷത്തിലേക്ക് കടക്കുന്നു. കൊച്ചി മെട്രോ നഗരഗതാഗത സേവന ദാതാവ് എന്നതിൽ നിന്ന് സംസ്ഥാനത്തെയും രാജ്യത്തെയും അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ശക്തമായ ഒരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ വിജയകരമായി മെട്രോ റെയിലും വാട്ടർ മെട്രോയും സ്ഥാപിച്ച KMRL തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഇത് ആവർത്തിക്കാനൊരുങ്ങുന്നു. രാജ്യത്തെ 21 കേന്ദ്രങ്ങളിൽ വാട്ടർ മെട്രോ സേവനം ആരംഭിക്കാനുള്ള സാധ്യതാ പഠനവും ഇപ്പോൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ആരംഭിച്ച KMRL ഇന്ന് സുസ്ഥിര നഗരഗതാഗത വികസന രംഗത്തെ ദേശീയ ബ്രാൻഡായി മാറി. സ്വന്തമായി വാങ്ങിയ 15 ബസ്സുകളുമായി നഗരത്തിലെ പല കേന്ദ്രങ്ങളിലേക്കും സേവനങ്ങളും വിപുലീകരിച്ചു. അവധി ദിവസങ്ങളിൽ ഒഴികെ പ്രതിദിനം 1 ലക്ഷത്തിലേറെ പേർ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ യാത്രക്കാരുടെ എണ്ണം 3.5 കോടിയായിരുന്നു. ഈ വർഷം 3.65 കോടി യാത്രക്കാരെ പ്രതീക്ഷിക്കുന്നു. ചുരുങ്ങിയ വർഷം കൊണ്ട് പ്രവർത്തന ലാഭം നേടി ഇന്ത്യൻ മെട്രോ കമ്പനികളിലും കൊച്ചി മെട്രോ മുൻനിര സ്ഥാനത്തെത്തി. 2023-24 സാമ്പത്തിക വർഷം 22.5 കോടി രൂപയുടെ പ്രവർത്തന ലാഭമാണ് മെട്രോ നേടിയത്. 2024-25 സാമ്പത്തിക വർഷം അതിനേക്കാൾ കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അധികൃതർ പറയുന്നു. ഫ്യുവൽ സ്റ്റേഷൻ ആരംഭിച്ചതുകൊണ്ട് ടിക്കറ്റ് ഇതര വരുമാനം നേടുന്ന മാർഗങ്ങൾ വികസിപ്പിക്കുന്നതിലും കൊച്ചി മെട്രോ രാജ്യത്തിന് പുതിയ മാതൃകയാണ്. മെട്രോയിലെ യാത്രക്കാരിൽ കൂടുതലും യുവാക്കളാണ്. ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റേഷനുകൾ, ശുചിത്വവും വൃത്തിയും നിറഞ്ഞ പരിസരം, ശീതീകരിച്ച ട്രെയിൻ, കൃത്യതയാർന്ന സേവനം, യുക്തിസഹമായ നിരക്ക് തുടങ്ങിയവ യുവാക്കളെ മെട്രോയിലേക്ക് ആകർഷിക്കുന്നു. കൂടാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആശ്വാസത്തോടെ ലക്ഷ്യസ്ഥാനത്തെത്താനും മെട്രോ സഹായിക്കുന്നു.